ഇതൊരു ഷീലാസണ്ണയുടെ മാത്രം കേസല്ല. ഇതേപോലെ എത്രയോ നിരപരാധികൾ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലായിട്ടുണ്ടാകും. ബ്യൂട്ടി പാർലർ വ്യാജ മയക്കുമരുന്ന് കേസിൽ ട്വിസ്റ്റ് ഉണ്ടെന്ന്. എന്ത്? അതായത് ഫെബ്രുവരി 27-നാണ് ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണീനെ സിന്തറ്റിക് ഡ്രഗ് കൈവശം വെച്ചിട്ടുണ്ടെന്നുള്ള കേസിൽ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് ഇരിങ്ങാലക്കുട എക്സൈസ് ഓഫീസിലേക്ക് ഒരു വാട്സപ്പ് കോൾ വന്നു. ഇങ്ങനെ ഷീല സണ്ണീൻ്റെ സ്കൂട്ടറിലും ബാഗിലും LSD സ്റ്റാമ്പുകൾ ഉണ്ടായിരിക്കും, 4:30 പോയി കഴിഞ്ഞാൽ പിടികൂടാൻ പറ്റുന്ന തരത്തിലൊരു വാട്സപ്പ് കോൾ വന്നിരുന്നു. അപ്പോൾ ഈ കോളിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം ഷീല സണ്ണീൻ്റെ ബ്യൂട്ടി പാർലറിൽ നിന്നും പരിശോധിക്കുന്നതൊക്കെ. അപ്പോൾ സാധനം കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് അറസ്റ്റിലാവുന്നത്. പക്ഷേ പിന്നീട് കെമിക്കൽ ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം വന്നപ്പം അത് LSD സ്റ്റാമ്പുകളല്ല. അതോടെ ഷീല സണ്ണി കേസിൽ നിന്ന് മോചിതയായി. പക്ഷേ 72 ദിവസം ഈ കേസിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ ഈ കേസിൽ ആകെ ഉണ്ടായ ഒരു നടപടി എന്ന് പറയുന്നത് ഈ അറസ്റ്റ് ചെയ്ത എക്സൈസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഈ വ്യാജ ലഹരി സ്കൂട്ടറിലും ബാഗിലും ഒക്കെ വെച്ച് അയാളെ പിടികൂടാനൊന്നും ഒരു നടപടി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ കേസിനെതിരെ. പക്ഷേ ഇപ്പം ഈ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഷീല സണ്ണിയുടെ ബന്ധുവിൻ്റെ സുഹൃത്തായിട്ടുള്ള തൃപ്പൂണിത്തറ എരൂർ സ്വദേശിയായ നാരായണദാസിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളാണ് ഇരിങ്ങാലക്കുട എക്സൈസ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഷീല സണ്ണീൻ്റെ ബാഗിൽ LSD സ്റ്റാമ്പ് ഉണ്ടെന്ന് വിളിച്ച് പറഞ്ഞയാൾ. അന്ന് അയാൾ സതീഷ് എന്നായിരുന്നു പേര് പറഞ്ഞിരുന്നത്. പക്ഷേ അയാളുടെ യഥാർത്ഥ പേര് നാരായണദാസ് എന്നാണ്. അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ട്. മയക്കുമരുന്ന് കൈവശം വെക്കുന്നതിന് സമാനമായ കുറ്റമാണ് വ്യാജ വിവരങ്ങൾ കൈമാറുന്നതും ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ച് നിരപരാധികളെ പിടിപ്പിക്കുന്നതും. അതുകൊണ്ട് ഈ നാരായണദാസിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷീല സണ്ണീൻ്റെ ബന്ധുവിനെയും ബന്ധുവായ യുവതിയെയും ചോദ്യം ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ വ്യാജ മയക്കുമരുന്ന് കേസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് എയർപോർട്ടിൽ പോകുന്ന ഒരാളുടെ കയ്യിൽ മയക്കുമരുന്ന് അങ്ങനെ നിരോധിക്കപ്പെട്ട സാധനങ്ങളൊക്കെ കൊടുത്തുവിടും. ജസ്റ്റ് ഒരു പൊതിയാണെന്ന് കരുതിയിട്ടായിരിക്കും ഇയാളത് കൊണ്ടുപോകുന്നത്. മയക്കുമരുന്നാണെന്നൊന്നും ഇയാൾക്കൊരു അറിവുണ്ടാവില്ല. പിന്നീട് എയർപോർട്ടിലും മറ്റുള്ള പരിശോധനയിലൊക്കെ കണ്ടെത്തുമ്പോഴാണ് ഇയാളും ഈ കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ അതോടെ അയാൾ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലാക്കപ്പെടും. ഇതേപോലെ ഇപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലോ വണ്ടിയിലും സ്ഥാപനത്തിലൊക്കെ ഈ മയക്കുമരുന്ന് ആരും അറിയാണ്ട് കൊണ്ടുവെക്കും. എന്നിട്ട് പോലീസിനെ വിളിച്ചു പറയും ഇയാളുടെ സ്ഥാപനത്തിൽ മയക്കുമരുന്നുണ്ട്, ഈ ഇന്ന സമയത്തിന് വന്നാൽ ഇയാളെ പിടിക്കാന്നൊക്കെ വിളിച്ചു പറയും. പക്ഷേ ഇപ്പോഴൊക്കെ അകത്താക്കപ്പെടുന്നത് ഒന്നും അറിയാത്ത കുറേ നിരപരാധികളാണ്. ചിലപ്പോൾ 2-3 മാസമൊക്കെ ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷമായിരിക്കും ഇവർ നിരപരാധികളാണെന്ന് തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ അതുവരെ ഇവർക്കുണ്ടായ മാനനഷ്ടവും മാനസിക സമ്മർദ്ദവും ഒന്നും ആരും കണക്കിലെടുക്കുന്നില്ല. ഇതൊരു ഷീല സണ്ണിയുടെ മാത്രം കേസല്ല. ഇതേപോലെ എത്രയോ നിരപരാധികൾ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലായിട്ടുണ്ടാകും.